യൂണിവേഴ്സ് കാണിച്ചു തരുകയാണ്, ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിന് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് നാളെ നിങ്ങൾക്കുള്ളതാണിത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ അവര് രക്ഷപ്പെട്ടു പോയല്ലോ, ഞാൻ എവിടെ എത്തിയല്ലോ, നമ്മൾ താഴേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ആ ഒരു ഹാപ്പിനെസ്സിൽ പങ്കുചേരുമ്പോൾ നമ്മളും അവരും സെയിം ഫ്രീക്വൻസി ആവുന്നു. നാളെ നമ്മളുടെ ഗോളും നമ്മളുടെ അടുത്തേക്ക് എത്തുന്നു. ഇവിടെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ, രണ്ടുപേരും ഒരുപോലെ അയാളുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ പറ്റുന്നെന്ന്. പക്ഷെ ഒരുപാട് ആളുകൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലുള്ള ഒരു സത്യമാണ്. എനിക്ക് വളരെ സന്തോഷമാണ് എന്റെ സുഹൃത്ത് വളരെ ഉയർന്നു പോകുന്നത് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ടെൻഷനാണ്. അയ്യോ എന്നാലും എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെയാകുന്നത്, അതിനെന്താ ചെയ്യാൻ പറ്റുക? അത് ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം തൊട്ടേയുള്ള കണ്ടീഷനിങ് ആണ് അത്. അതായത് ചെറുപ്പത്തില് നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിൽ സന്തോഷിക്കാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം നമ്മളെ പേരൻസ് തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, അവർ വീട് വെച്ച് ഒരു കാറ് വാങ്ങിച്ചു, നമുക്കത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആസ് എ ചൈൽഡ് നമ്മൾ വളർന്നു വരുമ്പോൾ ഇതൊരു തെറ്റാണ്, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഫീലിംഗ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ. പക്ഷേ നമ്മളുടെ ബ്രെയിൻ ഇപ്പൊ 21 വയസ്സാകുമ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം. അത് നമ്മൾ പേരൻസിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് അതായിരിക്കും അവരുടെ പാസ്റ്റിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു ഷാഡോ, ഇതിന് ഷാഡോ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പുറത്ത് കാണിക്കുന്ന മാസ്ക് ഉണ്ടല്ലോ, ചിരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തില് ഉള്ളിൽ നമുക്ക് വേറൊരു വേർഷൻ ഉണ്ട്, നമ്മുടെ ഡാർക്ക് സൈഡ്, നമ്മുടെ ഷാഡോസ്. അപ്പൊ ഈ ഷാഡോ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ഒരു നെഗറ്റീവ് സൈഡും കൂടെ നമുക്ക് പോസിറ്റീവ് സൈഡ് എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് സൈഡും ഒരേപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്.